തേങ്ങാപ്പൊട്ട് തിയോറിക്കകത്തിൽ എന്തുവാണെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് ദ വേ യു ഷുഡ് റിവൈസ്. ഈ തേങ്ങായും പുട്ടും നമ്മൾ വിചാരിക്കും വെറും സിമ്പിൾ സാധനമാണ്. പണ്ടത്തെ കാലത്ത് നമ്മുടെ അമ്മച്ചിമാർ ഭയങ്കര സയന്റിഫിക് തിയോറി വെച്ച് ഉണ്ടാക്കിയ ഒരു സംഭവമാണിത്. എന്ന് പറഞ്ഞാൽ തേങ്ങ ജെലറ്റിൻ ആണ്. ഇറ്റ്സ് ലൈക്ക്, സോറി, തേങ്ങ അല്ല, നമ്മുടെ അരിക്ക് സ്വന്തമായിട്ട് അരിപ്പൊടി അത് സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹോൾഡ് ചെയ്യത്തില്ല. ആൻഡ് വെൻ ദ സ്റ്റീം ഹാപ്പൻസ്, എന്ത് ചെയ്യും, ഇത് ഒന്നിലങ്ങ് ഡ്രൈ പൊടിയായിട്ടിരിക്കും, അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ അങ്ങ് ഞെങ്ങിപ്പോകും. ഓക്കെ, സോ കോക്കനട്ട് അതിൻ്റെ ഇടയ്ക്കിടുന്ന തേങ്ങ ഇടുന്നതിന് ദർ ഈസ് എ സയന്റിഫിക് റീസൺ ടു ഇറ്റ്. എന്തുവാണെന്ന് ചോദിച്ചാൽ ഇത് ബൈൻഡിങ് ആയിട്ട് യൂസ് ആകും. തേങ്ങയ്ക്ക് എന്തുവാണ്, ഫാറ്റ് ഉണ്ട്. ഇത് ഫാറ്റ് ഈ റൈസിന്റെ ഇടയ്ക്കലത്തെ ഓരോ മോളിക്യൂൾസിനകത്തിലും ഫാറ്റ് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് ഈ റൈസിനെ നല്ലതായിട്ട് പ്ലഫി ആക്കിയിട്ട് നല്ല നല്ല ചൂട് ആകുമ്പോൾ ഈ തേങ്ങയുടെ ഫൈബർ കണ്ടന്റും ഈ ഫാറ്റിന്റെ മെക്കാനിസവും ഈ മോയ്സ്ചർ റിട്ടൻഷന്റെ മെക്കാനിസം കൊണ്ട് ഈ റൈസിനെ എല്ലാം പ്ലഫി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിന് വേറെ ഒരു വലിയ മെക്കാനിസം ഉണ്ട്. ഇന്ന് തന്നെ നിങ്ങൾ പുട്ടുണ്ടാക്കി നോക്കി അത് പഠിക്കണം. എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പുട്ടിടത്തില്ലേ, തേങ്ങ ഇടുമല്ലോ ആദ്യമേ, അതാണ് ഫൗണ്ടേഷൻ. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് റീഡിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ലേണിംഗ് ഓഫ് എ സബ്ജക്ട്. ആദ്യത്തെ തേങ്ങ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നിങ്ങൾ അരി ഇടണം അതിന്റെ മണ്ടയ്ക്ക്. അരി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ തേങ്ങ ഇടും. രണ്ടാമത്തെ തേങ്ങ നിന്ന് ഫസ്റ്റ് ഡേ യു പുട്ട് ദ തേങ്ങ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റഡി. After 3 days, you go back again to that same thing. ആ സെയിം തിങ്ങിൽ നിങ്ങൾ അതാണ് റിവിഷൻ ചെയ്യേണ്ടത്. മൂന്നാമത്തെ ദിവസം റിവിഷന്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ റീകോൾ ചെയ്യണം. ആദ്യമേ എന്തൊക്കെ ഞാൻ പഠിച്ചത് ശേഷിച്ചിട്ടുണ്ടെന്നുള്ള റീകോൾ ചെയ്തിട്ട്, ഇൻ കേസ് അതിനകത്തിൽ എറർ ലോഗ് ചെയ്യുന്നേ, എറർ വല്ലോ അല്ലെങ്കിൽ ഗ്യാപ്പ് വല്ലോ ഉണ്ടെങ്കിൽ ബുക്ക് തുറന്ന് നോക്കി അതിനെ ഒന്നുകൂടെ ഫുള്ളി റിവിഷൻ. അത് 3rd ഡേയിൽ. ദെൻ അരിയിട്ടു, പിന്നെ ആദ്യത്തെ തേങ്ങ ഇട്ടില്ലേ, പിന്നെയും കുറച്ചുകൂടെ അരി ഇട്ടിട്ട് പിന്നെ പുട്ടിടണം. അത് 7 days കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ 15 days ഉള്ളൂ. അന്നേരം മെയിൻ ഹാർഡ് സബ്ജക്ട്സിന് ഇങ്ങനെ ഒരു